നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തൊരു അടിപൊളി സെറ്റിങ്സ് ഉണ്ട്. അധികം ആളുകൾക്കും അറിയാത്തൊരു സെറ്റിങ്സാണ്. വാട്സപ്പിനകത്ത് വളരെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ആ സെറ്റിങ്സ് അത്ര വേഗത്തിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏതാണ് സെറ്റിങ്സ് എന്ന് ഞാൻ കാണിച്ചുതരാം. പക്ഷേ ആ സെറ്റിങ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഫേസ്ബുക്ക് സ്റ്റോറി എന്നുള്ളതും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നുള്ളതും കാണാൻ സാധിക്കും. അതായത് നമ്മളിനി വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് തന്നെ അത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ടും മാറും. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ഫാമിലി എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഇടുമ്പോൾ തന്നെ ഈ 2 ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് അത് ലിങ്ക് ആകും. രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ കാണിക്കും. ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് ഇത് ലിങ്ക് ആകും. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തൽക്കാലം ലിങ്ക് ചെയ്യുന്നില്ല, കാരണം സാധാരണ ഞാൻ എല്ലാ വീഡിയോസും ഫോട്ടോസും എൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ നിങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ തന്നെ ഈ 2 ഭാഗത്ത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി ആയിട്ട് മാറും, ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ട് മാറും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഫാമിലിയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഫോട്ടോകളൊക്കെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും സ്റ്റോറി ആയി പോകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം ഫോട്ടോകളും വീഡിയോകളൊക്കെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഇവിടെ വന്ന് ഈ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഷെയർ ആയി പോകില്ല. ഏതൊക്കെ ഫോട്ടോ വീഡിയോ ആണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും സ്റ്റോറി ആകേണ്ടതെങ്കിൽ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അത്തരം വാട്സപ്പിലെ സ്റ്റാറ്റസ് മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് വെക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഷെയർ ചെയ്ത് സ്റ്റോറി ആയിട്ട് മാറും. നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അവിടെ ഷെയർ ആയിട്ട് പോകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.